യു എയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, അതായത് എംപ്ലോയീസ് ആയ ആൾക്കാർക്ക് പലപ്പോഴുള്ളൊരു പ്രശ്നം അവരുടെ കോൺട്രാക്റ്റ് ഒരിക്കലും അവരുടെ കയ്യിൽ ഉണ്ടാവാറില്ല. ഇപ്പോൾ യു എ ലേബർ മിനിസ്ട്രി അത് വളരെ ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു സംവിധാനമായിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട്. MOHREയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാലോ അതല്ലെങ്കിൽ അവരുടെ ആപ്ലിക്കേഷനിൽ പോയി കഴിഞ്ഞാലോ നിങ്ങളുടെ എംപ്ലോയീസ് ID കൊടുത്താൽ അതിൽ വരുന്ന OTP വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് കോൺട്രാക്റ്റ് കാണാൻ പറ്റും. ഈ കോൺട്രാക്റ്റിലുള്ള കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ 2 വർഷത്തെ കോൺട്രാക്റ്റ് അവസാനിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ 1 വർഷം തികയുന്നതിന് മുമ്പാണ് നമ്മൾ പോകുന്നതെങ്കിൽ എന്താണ് അതിൻ്റെ കാര്യം, എന്താണ് എംപ്ലോയർക്കുള്ളത്, എന്താണ് എംപ്ലോയീസിനുള്ളത്. പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഒന്ന്, കോൺട്രാക്റ്റ് നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ നോട്ടീസ് പീരീഡ് നിർബന്ധമാണ്. അത് 1 മാസത്തെ വെക്കാറുണ്ട്, 3 മാസത്തെ വെക്കാറുണ്ട്. അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള നോട്ടീസ് പീരീഡുകൾ തമ്മിലുള്ള എഗ്രിമെൻറ്റിൽ വെക്കും. ആ നോട്ടീസ് പീരീഡ് നമ്മൾ ലംഘിക്കുകയാണെങ്കിൽ, അതിന് മുമ്പേ പോവുകയാണെങ്കിൽ കോമ്പൻസേഷൻ കമ്പനിക്ക് കൊടുക്കണം. അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ, കാരണം ഒരു എംപ്ലോയി ഒരു കമ്പനിയിൽ വരുമ്പോൾ പലപ്പോഴും അവർ നന്നായി ട്രെയിൻ ചെയ്തതിന് ശേഷമാണ് വരിക. അപ്പോൾ ആ കാലഘട്ടത്തിൽ അതൊന്ന് പിക്കപ്പായി വരുമ്പോഴായിരിക്കും നമ്മൾ റെസിഗ്നേഷൻ കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കമ്പനിക്ക് വലിയ നഷ്ടം വരും എന്നുള്ളതാണ്. കാരണം അവർ വിസേൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ വഹിച്ചിട്ട് അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളൊരു എംപ്ലോയിയെ വാർത്തെടുക്കുന്നത്. അതിനുശേഷം വേറൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയോ അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ ഫീൽഡിലേക്ക് പോവുകയോ ചെയ്യുമ്പോഴുള്ളൊരു വലിയ ബുദ്ധിമുട്ടുണ്ട്. പിന്നൊന്ന്, സാധാരണ രീതിയിൽ കോമ്പറ്റീറ്റീവ് ക്ലോസ് വെക്കാറുണ്ട്. കോമ്പറ്റീറ്റീവ് ക്ലോസ് എന്ന് പറയുന്നത്, നമ്മുടെ കോമ്പറ്റീഷനിലുള്ള മറ്റ് കമ്പനിയിൽ നമ്മൾ ജോലിക്ക് കയറുമ്പോൾ 2 വർഷത്തേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി പ്രൊബേഷൻ പീരീഡിലാണെങ്കിലും ഇതൊക്കെ ബാധകമാണ്. പ്രൊബേഷൻ പീരീഡ് സെപ്പറേറ്റ് ആയിട്ടുള്ള റൂൾസ് ആണ്. കാരണം ഒരു കമ്പനിയിൽ നിന്നും അതേ പ്രൊബേഷൻ പീരീഡിലാണ് മറ്റൊരു കമ്പനിയിലേക്ക് ചാടുകയാണെങ്കിൽ, ആ ചാടി കഴിഞ്ഞാൽ ഈ കമ്പനി കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ചെലവ് എത്രയാണോ വന്നിരിക്കുന്നത്, ഈ പറഞ്ഞ കോമ്പൻസേഷനൊക്കെ ആ കമ്പനിയും കൂടെ വഹിക്കേണ്ടി വരും. അതുകൊണ്ട് കമ്പനികളും ജാഗ്രതയായിരിക്കുക. എമറൈറ്റൈസേഷനൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ജോലിയുടെ നിയമങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് അറിയുക എന്നുള്ളതാണ്. എംപ്ലോയ്മെൻറ്റ് റൂൾസ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഫേക്ക് ആയിട്ടുള്ള ഒരു ജോലി ഓഫറിൽ നിങ്ങൾ പെടാൻ പാടില്ല എന്നുള്ളതാണ്. ഈ വെബ്സൈറ്റ് MOHREയുടെ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ എല്ലാ UAEയിലുള്ള തൊഴിൽ നിയമങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി അഥവാ ആർക്കെങ്കിലും നേരിട്ട് വിളിച്ചു ചോദിക്കണമെങ്കിൽ ഈ ഒരു നമ്പറിൽ അവരെ വിളിച്ചാൽ നിങ്ങൾക്ക് ടോൾ ഫ്രീയിൽ കിട്ടുകയും ചെയ്യും. ആർക്ക് വേണമെങ്കിലും എപ്പോഴും രാജിവെക്കാം, ആരെ വേണമെങ്കിലും എപ്പോഴും ടെർമിനേറ്റ് ചെയ്യാം. അത് നിയമാവലികൾ അനുസരിച്ചുകൊണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കാതെ, കമ്പനികളെ ബുദ്ധിമുട്ടാക്കാതെ, അവരുടെ ഡാറ്റ എടുത്ത് കൊണ്ടുപോയി മറ്റുള്ള അവരുടെ കോമ്പറ്റീഷനിൽ കൊടുക്കാതെ, അവരുടെ ഡാറ്റ എടുത്ത് അവരുടെ കസ്റ്റമറെ വിളിച്ച് അവരെ ബുദ്ധിമുട്ടിക്കാതെ നല്ല രീതിയിൽ നീങ്ങിയാൽ എല്ലാവർക്കും സുഖമായിട്ട് ഇവിടെ ജോലി ചെയ്യാം, ബിസിനസ് ചെയ്യാം. അതായിരിക്കണം നമ്മുടെ മനസ്സിലുള്ളത്, നമ്മുടെ പ്രവൃത്തിയിലുള്ളത്, നമ്മുടെ വാക്കുകളിലും നിഴലിക്കേണ്ടത്. മുനീർ അൽ വഫ, വിത്ത് ലവ്.